ജസ്റ്റ് ഇമാജിൻ നമ്മളിപ്പോൾ ഈ നമ്മുടെ ന്യൂസുകളും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് മെയിൻ സ്ട്രീം മീഡിയയിലൂടെയാണ്, മെയിൻ സ്ട്രീം ന്യൂസ് സോഴ്സിൽ നിന്നാണെന്ന് വിചാരിക്കുക. ഈ എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ? അതായത് ഇവരുടെ നെറേറ്റീവ് അല്ലെങ്കിൽ ഇവർ പുഷ് ചെയ്യുന്ന ഒരു അജണ്ട ഉണ്ടല്ലോ, അതിലൂടെ ആയിരിക്കും അവരുടെ ന്യൂസുകളൊക്കെ പറയാം ഓഫ് കോഴ്സ്. അപ്പോൾ അങ്ങനെ മാത്രം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ഒരു മൈൻഡ് സെറ്റും നമ്മളെ അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ 2 ദിവസം മുന്നേ ഒരു കാര്യം സംഭവിച്ചു. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാവും നമ്മൾ ഇത്രയും കാലം ഇവരെങ്ങനെയായിരുന്നു നമ്മളെ പറ്റിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മളെയൊക്കെ മണ്ടന്മാരാക്കിയത്. ഇത് കുറേ യുദ്ധം നടന്നിട്ടല്ലേ ഇതിന് മുന്നേയും. അപ്പോൾ ഈ സമയത്തൊക്കെ ഇവർ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് ആലോചിക്കുന്നത് ഇപ്പോഴാണ്. അങ്ങനെ ഒരു സംഭവം നടന്ന് ഞാൻ പറഞ്ഞത്. അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ഓഫ് വാർ പറയുന്നത് എല്ലാവരും ഒളിവിലാണ്, ഇറാൻ്റെ നേതാക്കളൊക്കെ ഒളിവിലാണ്, ബങ്കറിൻ്റെ അടിയിലാണ്, അവർക്കൊന്നും പുറത്ത് വരാൻ തന്നെ പേടിയാണ്. ദേ ആർ ലൈക്ക് അഫ്രൈഡ് ഓഫ് അസ്, നമ്മൾ അവരെ ഇനി ബാക്കിയുള്ളവരെയും കൂടി ബോംബിട്ട് കൊല്ലുമോ എന്നുള്ള പേടിയിലാണ് അവരൊക്കെ. ഞങ്ങൾ യുദ്ധം ജയിച്ച് കഴിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് പ്രസ് മീറ്റിലാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ മെയിൻ സ്ട്രീം മീഡിയയിൽ ഇതാണല്ലോ കാണിക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും ജയിച്ചു, ഇനിയിപ്പോൾ യുദ്ധം കാണാൻ വേണ്ടി TV ഓഫാക്കാൻ പോകുമ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം കാണും. ഇറാനിൽ അൽ ഖുദ്സ് എന്തോ പറഞ്ഞിട്ട് അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വലിയൊരു റാലിയോ എന്തോ ഉണ്ട്, ഒരു ഫെസ്റ്റിവൽ പോലത്തെ എന്തോ പരിപാടിയാണ്. അപ്പോൾ ഈ റാലിൻ്റെ അടിയിൽ നോക്കുമ്പോൾ ഈ ഇറാനിയൻ പ്രസിഡൻറ്റ് റാലിൻ്റെ കൂടെ ആ റാലിയിൽ ഒരു പബ്ലിക് ഫങ്ഷൻ, പബ്ലിക് സംഭവമാണിത്, അതിൻ്റെ അടിയിൽ പോവുക, ഈ ആൾക്കാരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുക, ഈ ആൾക്കാരുടെ കൂടെയൊക്കെ സംസാരിച്ച് ഇൻട്രാക്ട് ചെയ്ത് നടന്നു പോവുക. ഇതൊരു പബ്ലിക് സ്പേസിൽ സുഖമായിട്ട് നടന്നു പോകുന്ന, സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്നു. അപ്പോൾ അത് വല്ല PR എന്തെങ്കിലും ആയിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ അടുത്ത ആൾ വരുന്നു. ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരഗ്ചി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ വന്നിട്ട് പുള്ളിക്കാരൻ ഇതേ പരിപാടിയിൽ സ്ട്രീറ്റിൽ നിന്നിട്ട് സംസാരിക്കുന്നു, ഇൻ്റർവ്യൂ കൊടുക്കുന്നു, പുള്ളിയും ആൾക്കാരോട് സംസാരിക്കുന്നു, സെൽഫി എടുക്കുന്നു, എല്ലാ കാര്യങ്ങളും അമേരിക്കനെ കുറ്റം പറയുന്നു. അപ്പോൾ ഇത് പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞ് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മളിപ്പോൾ ഈ ഇൻ്റർനെറ്റും പരിപാടിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും നമ്മൾ വിശ്വസിക്കുക? ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണുമോ? എന്തായിരിക്കും? ഇത് രണ്ടും ഒരാൾ ഒരു കാര്യം പറയുന്നു, വേറെ വേറെ കാര്യം പറയുന്നു. അപ്പോൾ എന്താണ് സംഭവം? ഇത് രണ്ടും നമ്മൾ കണ്ടില്ലെങ്കിൽ, ഇത് ഒരു സാധനം മാത്രം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും വിചാരിക്കുക? ഇതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു?